എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ തിരുവോണ നാളിൽ നമുക്ക് ശ്രീകുമാരി ടീച്ചറിൻ്റെ മറ്റൊരു കുടുംബകഥ കേൾക്കാം. പേര് കുശലം. റോസ്, എന്തായിരുന്നു ഇന്നലെ രാത്രി നിങ്ങളുടെ വീട്ടിൽ വലിയ ബഹളം? എന്തൊക്കെയോ തല്ലിപ്പൊട്ടിക്കുന്ന ശബ്ദം കേട്ടല്ലോ. അധിക ദിവസം ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് അയൽക്കാർ ശ്രദ്ധിക്കാഞ്ഞത്. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരു മതിലിനപ്പുറം ഇപ്പുറം അല്ലേ. എത്ര നാളായി നമ്മൾ പരസ്പരം അറിയുന്നു. ഞാനിവിടെ ചെറിയ 2 മുറി വീടായിരുന്ന കാലത്ത് തന്നെ നീ 2 നിലയിൽ ഉയർന്നങ്ങനെ കൊട്ടാരം പോലെ നിൽക്കുകയല്ലായിരുന്നോ? എന്തൊരു തലയെടുപ്പായിരുന്നു. ഈ കരയിൽ നിന്നെപ്പോലെ ഒരുവൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എത്ര 2 നില വീടുകളാണ്. എന്നാലും നിന്റെ പ്രൗഢി ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. അതുപോട്ടെ, എന്തായാലും ഇന്നലെ പാതിര കഴിഞ്ഞിട്ട് ശബ്ദം എന്തോ ചില്ല് പൊട്ടുന്ന പോലെ കേട്ടു. നീ പറഞ്ഞത് ശരിയാ ജാനകി. എൻ്റെ ചാക്കോച്ചൻ ഈ വീട് പണിതപ്പോൾ എന്തൊരു ഗർവായിരുന്നു എനിക്ക്. ഭാര്യയും 4 ആൺമക്കൾക്കുമൊപ്പം ചാക്കോച്ചൻ കഴിഞ്ഞത് കിരീടം വയ്ക്കാത്ത രാജാവിനെ പോലെയല്ലേ. പ്രായപൂർത്തി എത്തിയിട്ടും സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയം എന്നീ പേരുകൾ പറഞ്ഞ് എപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞ് പണിയെടുക്കാത്ത മക്കളെ കൊണ്ട് ഹൃദയവേദനയോടെയാണ് എൻ്റെ ചാക്കോച്ചൻ മരിച്ചത്. പാവ അന്നാമ്മച്ചി, കരയാൻ മാത്രമേ അതിനറിയൂ. ഒപ്പം കരയാൻ ഞാനും. മൂത്തവർ 2 കല്യാണം കഴിച്ചതോടെ തുടങ്ങി ഇവിടുത്തെ ഉൾപ്പുകയൽ. ഇളയവർ 2 അവരെക്കാൾ പണക്കാരികളായ 2 പേരെ കെട്ടി. 2 പ്രേമവിവാഹം. കുടുംബ മഹിമ വേണ്ടുവോളം ഉണ്ടല്ലോ. മക്കളുടെ കല്യാണം കഴിഞ്ഞതോടെ അന്നാമ്മച്ചിയുടെ സൗര്യം കെട്ടു. അപ്പനുണ്ടാക്കിയ സ്വത്തുവകകൾ തിന്നുമുടിക്കാൻ 4 പിശാചുക്കൾ. പണക്കാരികളായ പെമ്പിളമാർ സ്വന്തം സ്ത്രീധനത്തിൻ്റെ കണക്ക് പറഞ്ഞ് സ്ഥാനം ഉറപ്പിക്കാൻ നോക്കുന്നു. സ്വന്തമായി വീടുണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ശരിക്കു പറഞ്ഞാൽ 6 ബെഡ്റൂമുള്ള ഈ വീട്ടിൽ അവർക്ക് യഥേഷ്ടം താമസിക്കാം. പക്ഷേ അതുപോരാ, ഒറ്റയ്ക്ക് വിഴുങ്ങണം. ഇളയവന് വീട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിടത്തും എഴുതി വച്ചിട്ടില്ല എന്ന് മൂത്ത സന്തതി. അവനാണ് മടിയൻ്റെ രാജാവ്. ഇന്നലെ അവൻ കസേര എടുത്തെറിഞ്ഞതാ ആ ഗ്ലാസ് ടീപ്പോയി പൊട്ടിത്തകർന്നത്. എൻ്റെ ചാക്കോച്ചൻ എത്ര ശ്രദ്ധയോടെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നോ. അതിൻ്റെ കാല് വരെ പ്യൂർ ഗ്ലാസ്സാണ്. പക്ഷെ ജാനകി, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടത്തെ പോലെ തന്നെ അവിടെയും 4 ആൺമക്കളുണ്ടല്ലോ. ഭാര്യമാരും കുട്ടികളും ഒപ്പമുണ്ട്. ഇതുവരെ അവിടുന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. അത് റോസേ, ഇവിടുത്തെ ഗോപാലേട്ടൻ മരിച്ച ശേഷം ജാനകി വളരെ കഷ്ടപ്പെട്ടല്ലേ ഈ 4 മക്കളെയും വളർത്തിയത്. മൂത്ത മകൻ വിശ്വനാഥൻ ദുബായിൽ പോയതിനു ശേഷമാണ് കൃത്യമായി ഈ വീട്ടിൽ തീ പുകയാൻ തന്നെ തുടങ്ങിയത്. അനിയന്മാരെ തന്നേക്കാൾ കൂടുതൽ പഠിപ്പിച്ച് വിശ്വൻ തൻ്റെ കടമ നിറവേറ്റി. ആ സ്നേഹം രഘുവിനും മധുവിനും മുരളിക്കുമുണ്ട്. അനുജന്മാരെ വിശ്വൻ ദുബായിലേക്ക് കൂട്ടി. അമ്മ ഒറ്റയ്ക്കാവുമെന്ന് പറഞ്ഞ് വിശ്വൻ നാട്ടിലേക്ക് വന്നു. ഇവിടെ വർക്ക്ഷോപ്പ് തുടങ്ങി. വിശ്വൻ വീട് പണിയാൻ തുടങ്ങിയപ്പോൾ അനുജന്മാർ ഓരോരുത്തരും പറഞ്ഞു, ഏട്ടാ ഞങ്ങൾക്കും ഓരോ മുറി എടുത്തോ. ആർക്കും അമ്മയെ വിട്ടുപോകാൻ കഴിയില്ല, അതാ രഹസ്യം. അവർ പണം അയച്ചു കൊടുക്കുകയും ചെയ്തു. അതെന്താ ജാനകി, അവർക്ക് വേറെ വീട് വെച്ചൂടെ? നല്ല ശമ്പളക്കാരല്ലേ അവർ. റോസേ, ഈ ദുബായിൽ 20ഉം 30ഉം പേരാണ് ഒരു മുറിയിൽ. തട്ടുതട്ടായ കട്ടിലുകളാണ് അവരുടെ സ്വർഗം. അങ്ങനെയുള്ള അവർക്ക് സ്വന്തമായി ഒരു മുറി കിട്ടിയാൽ എത്ര സന്തോഷമാവും. പക്ഷെ ജാനകി, ഇവിടെ അടുക്കളയിൽ ഓരോരുത്തർ അവരവർക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഒച്ച കേട്ട് ഞാൻ കണ്ണും കാതും പൂട്ടും. അന്നാമ്മച്ച് ജനലും വാതിലുകളെല്ലാം അടച്ച് കുരിശ് വരച്ചിരിക്കും. എന്ത് ചെയ്യാം, സഹിക്കുക തന്നെ. റോസേ, എൻ്റെ വിശ്വനാഥൻ ബുദ്ധിയുള്ളവനാണ്. ഓരോ മുറിയോടൊപ്പം അടുക്കളയും വരാന്തയും കക്കൂസും കുളിമുറിയും എല്ലാം ഉണ്ട്. 3 അനുജന്മാർ മുകളിൽ സ്വസ്ഥം. വിശ്വൻ അമ്മയോടൊപ്പം താഴെ. 4 പേരുടെയും മക്കൾ അവർക്കിഷ്ടമുള്ളിടത്ത് കിടക്കും. അത് ശരിയാ ജാനകി. വെളിനാട്ടിൽ എത്ര അസൗകര്യത്തിൽ കുടുസുപോലുള്ള മുറിയിൽ കഴിയും. പക്ഷേ നാട്ടിലാർക്കും അത് പറ്റില്ല. ആവശ്യമില്ലാതെ കല്ലും സിമൻറ്റും ചേർത്ത് തലയുയർത്തി നിൽക്കുന്ന കെട്ടിടം വേണം. എല്ലാം കാണുക തന്നെ. ജാനകിയോട് ഒരക്ഷരം മറുത്തു പറയാൻ ഇവിടെ 4 പേരും സമ്മതിക്കില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ആ നിമിഷം സ്വന്തം വീട്ടിലേക്ക് പോയിക്കൊള്ളണം എന്നാണ് ഭാര്യമാരോട് 4 പേരും പറഞ്ഞിരിക്കുന്നത്. പെണ്ണുങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് സ്വൈര്യമായി ജീവിക്കുന്നു. ജാനകി, നീ പറയുന്നത് ശരി. പക്ഷേ ഇവിടുത്തെ കൊച്ചമ്മമാരൊന്നും അത് സമ്മതിക്കില്ല. സ്വന്തം വീട്ടുകാരുടെ പ്രതാപം വിളിച്ചു പോകുന്നത് കേട്ട് ഞാൻ മടുത്തു. റോസേ, ഇവിടെ ആരും സ്ത്രീധനം കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരും പാവങ്ങളാണ്. ശരിക്കു പറഞ്ഞാൽ ഈ വീടവർക്ക് സ്വർഗമാണ്. തന്നിലെളിയ ബന്ധുക്കൾ. കുടിലായാലും കൊട്ടാരമായാലും പരസ്പരം സ്നേഹം വേണം ജാനകി. അതില്ലേ സകലത് പോയി. സത്യം പറയാലോ ജാനകി, ഞാൻ ചിലപ്പോൾ വിചാരിക്കും വല്ല ഷോർട്ട് സർക്യൂട്ടും വന്ന് ഈ വീടങ്ങ് കത്തി നശിക്കട്ടെ എന്ന്. പെട്ടെന്ന് തന്നെ വേണ്ടെന്ന് വിചാരിക്കും. എൻ്റെ അന്നാമ്മച്ചി ഇവിടെ തന്നെ കിടന്ന് മരിക്കണം. അതാണ് എൻ്റെ ആശ.
സാരമില്ല റോസേ, എല്ലാം ശരിയാകും. നീ ഒരു റോസ് വില്ലയല്ലേ. ജാനകി നിലയം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ജാനകി. രണ്ടുപേരും സ്വയം മറന്ന് ചിരിച്ചു. ശുഭം.